ഹലോ, ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ നെയ്റോസ്റ്റിനൊരു തേങ്ങയില്ല ചട്നി ഉണ്ടാക്കാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10-30 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-8 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില. ഇതൊക്കെ കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇപ്പം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. ഒരു 5-8 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നല്ല ചൊടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയുടെ അളവ് കൂടണമെന്നല്ല തന്നെയാണ്. പിന്നെ അത് നന്നായി വഴറ്റി നമ്മൾ എടുക്കണം. തക്കാളി എന്നിട്ട് നന്നായി ഉടച്ച് അതിൽ ചേരുന്ന പോലെയാക്കണം. 2 പച്ചമുളകും കൂടി ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള ചമ്മന്തിയാണ് അത് കേട്ടോ. അപ്പോൾ ഒരു സാമ്പാറും പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ചട്നിയും നെയ് റോസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാനത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചെടുക്കട്ടെ. അപ്പോൾ അത് മിക്സിയിൽ അടിക്കാൻ ഇടുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. പക്ഷെ വളരെ ടേസ്റ്റുമാണ്. തേങ്ങ ചേർക്കണ്ടെന്നുള്ളവർക്ക്, അങ്ങനെ ഇപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ പ്രശ്നമുണ്ട് എന്നുള്ളവർക്ക് ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് പുളി ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഓൾറെഡി ഇതിൽ തക്കാളി ഇട്ടിട്ടുള്ളതാണ് നമ്മൾ. 2 തക്കാളി പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇത് അരയ്ക്കാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് അരച്ചു കൊണ്ടുവരാം നമുക്ക്. വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സ്പൂണ് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ആ പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് മൊരിയിനോടുകൂടി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചട്നി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്നി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. നമ്മൾ നാളികേരമൊന്നും ചേർത്തില്ലല്ലോ, അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് തോന്നണ്ട. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇതിന് മധുരം ഊണിന് വരെ ഉപയോഗിക്കാവുന്ന ചട്നി അത്. നമുക്കൊരു ചൊടിയായിട്ട് ഊണിന് ഞാനിപ്പോൾ അതിലേക്ക് മിക്സിയിലൊരു 2-3-4 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് കലക്കി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി ചെറിയ തള വന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റിയായ ചട്നി.